മറിയം അവിവാഹിതയാണ്. ആസിയ വിവാഹിതയായിട്ടും അവിവാഹിതയുടെ സ്ഥാനത്താണ്. മനസ്സിലാവുണ്ടോ? യുസബ്ബിജുനി റബ്ബി ആസിയ ബിൻത മുസാഹിം വ മറിയം ഇബ്നത ഇമ്രാൻ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അങ്ങോട്ട് ഭയങ്കര കഷ്ടപ്പെട്ടു. അപ്പോഴത്തിന് യൂസഫ് നബിയുടെ ശേഷം 400 കൊല്ലം കഴിഞ്ഞുപോയി. ലക്ഷക്കണക്കിന് അങ്ങോട്ടുണ്ടായി അനവധി ജനം. അവര് ഈജിപ്ത് ഖിബ്തികൾക്ക് ചില വിദ്യകൾ അറിയാമായിരുന്നു. ലോകത്താദ്യമായി ഇഷ്ടികകൾ ഉപയോഗിച്ചത് ഖിബ്തികളാണ്. അതായത് ചൂള വെച്ചിട്ട് മണ്ണുണ്ടാക്കിയിട്ട് ചൂള വെച്ചിട്ട് വീടുണ്ടാക്കും. ആ സംവിധാനം ലോകത്തായി ആദ്യം കൊണ്ടുവന്നത് കോപ്റ്റിക്കുകളാണ്. ഇതിന് മുഴുവനും അവർ ഉപയോഗപ്പെടുത്തിയത് കൂലി കൊടുക്കാത്ത ഈ വർഗത്തെയാണ്. ആരെ? ബനു ഇസ്രായേലിനെ. ബനു ഇസ്രായേലും ഇവരും തമ്മിലാകട്ടെ ഭയങ്കര വിദ്വേഷമുണ്ട്. ഈ വിദ്വേഷത്തിന് വേറെയും കാരണമുണ്ട്. ഒന്ന്, ആ കാരണം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലും വലിയ ചിന്തിക്കാവുന്ന സാഹചര്യമാണ്. ഒരുപാട് കാര്യങ്ങളിൽ അവിടെ ഇവിടെയും സാമ്യമുണ്ട്. ഒന്ന്, ഖിബ്തികൾ പറയുന്നത് ഞങ്ങൾ ഈ നാട്ടുകാരാണ്, നിങ്ങൾ വിദേശികളാണ് എന്നാണ്. ആ ഒരു സ്വരം ഇന്ന് ഇന്ത്യയിലുണ്ട്. ഖിബ്തികൾ ബഹുദൈവ വിശ്വാസികളും മറ്റത് നുബുവത്തിന്റെ ഭാഗവുമാണ്. സ്റ്റേറ്റ് ഖിബ്തികളുടെ അഥവാ ബഹുദൈവ വിശ്വാസത്തിന്റെ കൂടെയാണ്. ബഹുദൈവ വിശ്വാസികളിൽ പ്രധാനപ്പെട്ട ദൈവം പശുവാണ്. മനസ്സിലാവുണ്ടോന്ന്? എല്ലാം എടുത്തു നോക്കിയാൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യവുമായി ഈ ചരിത്രത്തിന് വലിയ ബന്ധവും സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരുന്നോ അള്ളാഹു പരിഹാരമായി പറഞ്ഞത് അത് തന്നെയായിരിക്കും ഇവിടെയും പരിഹാരം. ഈ കഥ പഠിച്ചാൽ നമുക്കും പരിഹാരം മനസ്സിലാവും, ഉറപ്പ്. അതുകൊണ്ട് ഈ കഥ പഠിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ വിലപ്പെട്ടതാണ്. 400 കൊല്ലം കൊണ്ട് അങ്ങോട്ടുണ്ടായി. അവരാണ് പിരമിഡുകൾ ഉണ്ടാക്കിയത്. ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് പിരമിഡ്. ആ പിരമിഡ് മുഅ്മിനീങ്ങളുടെ ചിഹ്നമാണ്. അതുണ്ടാക്കിയത് നുബുവത്തിന്റെ ജനതയായ ഇസ്രായേലി ജനതയാണ്. കൂലി വാങ്ങാതെ അടിക്കൊണ്ട് ആ പിരമിഡുകൾ ഉണ്ടാക്കിയപ്പോൾ 10,000-കണക്കായ ഇസ്രായേലി സഹോദരന്മാർ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ യാക്കൂബ് നബിയുടെ പേരമക്കളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? പിരമിഡുകൾ, നമ്മൾ ഒന്നാമതായി നമ്മുടെ ചിഹ്നത്തെ പഠിക്കണം. ഈ പിരമിഡുകൾ ലോകാത്ഭുതമാണെങ്കിലും അതുണ്ടാക്കിയത് മുഴുവനും ആരാണ്? നമ്മുടെ നേതാവായ യാക്കൂബ് നബിയുടെ പേരമക്കളാണ്. മനസ്സിലായില്ലേ? പിരമിഡുകൾ ഉണ്ടാക്കി ചില ആളുകൾ പറയും അന്ന് തൊഴിലാളികളെ കഷ്ടപ്പെടുത്തി പണിയെടുപ്പിച്ചിരുന്നു എന്നൊക്കെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ പറയും. ഏതാണ് ഈ തൊഴിലാളി? ഈ തൊഴിലാളി ആരാ? കൂലി കൊടുക്കാത്ത തൊഴിലാളിയാ? ആര്? ഇവർ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും മതരാഹിത്യത്തിന് വേണ്ടിയാണ്. ഈ തൊഴിലാളികൾ ആരാണ്? നുബുവത്തിന്റെ ഭാഗമാണ്, ഏകദൈവ വിശ്വാസികൾ. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വളർന്നു, ഇവരങ്ങോട്ട് കഷ്ടപ്പെട്ടു. എന്നാൽ ഇവർക്ക് പലർക്കും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഖിബ്തികൾ അതിന് സമ്മതിച്ചില്ല. കാരണം പോയാൽ പിന്നെ ഇവരുടെ ഈ വേലത്തരങ്ങൾ നടക്കൂല. അതിനിടയിൽ പിന്നെയും പ്രശ്നമുണ്ടായി. അതിനിടയ്ക്കൽ റംസീസ് ഒരു സ്വപ്നം കണ്ടു. അതോടുകൂടെ ഭാര്യമാരെ സമീപിക്കാൻ പോലും ഇവർക്ക് അർഹതയില്ലാതായി. ഇത് അള്ളാന്റെ കലാമ് പഠിക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പൊ അതിൻ്റെതായ മഹത്വം കൽപ്പിച്ചാല് എടോ ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാന്റെ കലാമിനെ കുറിച്ചൊരു ബോധമല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ഒരു കിതാബ് പറഞ്ഞത്? എന്താണ് ഈ ഒരു ചരിത്രത്തിന്റെ അടിത്തറ? നിങ്ങൾ എന്താണിത് ചിന്തിക്കാത്തത്? ഭയങ്കര ചരിത്രമാണിത്. ലോക ചരിത്രം ഇതാണ്. ലോക ചരിത്രം ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ചരിത്രമാണ് ലോക ചരിത്രം. അതിനപ്പുറം മാനവ നാഗരികതയ്ക്ക് ചരിത്രം എന്ന ഒന്ന് ഇല്ല. യൂറോപ്പിന് ചരിത്രം ഇല്ല. യൂറോപ്പിന് ചരിത്രമില്ല. ദുൽഖർനൈൻ പോലും യൂറോപ്പിൽ പോയില്ല. അദ്ദേഹം നബിയുമല്ല. അദ്ദേഹം സെൻട്രൽ ഏഷ്യയിൽ പോയി മടങ്ങുകയാണ് ചെയ്തത്. യൂറോപ്പിൽ യൗജൂജ് മൗജൂദ് എന്ന് പറഞ്ഞ് മടങ്ങി. യൂറോപ്പിന്റെ ചരിത്രം യൗജൂജ് മൗജൂജിന്റെ ചരിത്രമാണ്. യൂറോപ്പിന്റെ നഗര കവാടമാണ് തുർക്കി. പകുതി ഏഷ്യയിലും പകുതി
യൂറോപ്യൻ കവാടത്തിലുമാണ്. ആ നാട്ടിൽ നിന്നാണ് ദജ്ജാൽ പുറപ്പെടുക. യൂറോപ്പിന് നാഗരിക ചരിത്രം ഇല്ല. അമേരിക്കക്ക് കൊളംബസിന് ശേഷമുള്ള ചരിത്രമാണ്. ആസ്ട്രേലിയ എന്ന് പറഞ്ഞത് ഒരു തരം സംസ്കാരമില്ലാത്ത ജനങ്ങളുടെ ഒരു തരം സങ്കര സമൂഹമാണത്. അന്റാർട്ടിക്കയിലോ നാഗരികമായ ഒരു മനുഷ്യ സ്പർശവും ഇല്ല. അതുകൊണ്ട് ലോക ചരിത്രം ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ചരിത്രം രണ്ട് വർഗത്തിന്റെ ചരിത്രമാണ്, അറബികളുടെയും ഇസ്രായേലികളുടെയും. മനസ്സിലായില്ല? ലോക ചരിത്രം എന്ന് പറഞ്ഞ രണ്ട് ജനതയാണ്, ഒന്ന് അറബികളും ഒന്ന് ഉറപ്പ്, അതിനപ്പുറം ഇല്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന മണ്ണ് നൈൽ നദി, ഇത് ചെങ്കടലിന് ഇവിടെ എത്തിയാൽ രണ്ട് ഉൾക്കടലുണ്ട്. ഇതിന് സൂയസ് ഉൾക്കടൽ എന്ന് പറയും, ഇതിന് അഖബ ഉൾക്കടൽ എന്നും പറയും. കാരണം ഇതെത്തുന്ന പട്ടണമാണ് സൂയസ്, ഇതെത്തുന്ന പട്ടണമാണ് അഖബ. ഈ സൂയസ് പട്ടണത്തിൽ നിന്ന് ഇത് മെഡിറ്ററേനിയൻ സമുദ്രമാണ്, ആഫ്രിക്കയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ആ സമുദ്രമാണ്. ഈ സമുദ്രത്തിലേക്ക് സൂയസിൽ നിന്ന് 150 കിലോമീറ്റർ ഉണ്ട്. ആ 150 കിലോമീറ്ററാണ് 1865 മനുഷ്യർ കനാൽ വെട്ടിയ ഏത് സൂയസ് കനാൽ. ഇതാണ് മദിയന്, ഇത് ഈജിപ്ത്, ഇത് സൂയസ് ഉൾക്കടല്. ഇതിനാണ് സീനായി മരുഭൂമി എന്ന് പറയാം. ഇവിടെയാണ് 90% പ്രവാചകന്മാർക്ക് നുബുവത്ത് കിട്ടിയത്. ഇതാണ് മദിയന്, ഇതാണ് ഷാം, ഇതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളുടെ മുഴുവനും മണ്ണ്. ഇതാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇതെങ്ങനെ ഒരു ഖുർആനിലേക്ക് പ്രവേശിക്കുമ്പോൾ നിർബന്ധമായും അറിയണം. അല്ലെങ്കിൽ പിന്നെ ദാലിക്കൽ കിതാബ്, ആ കിതാബ്, ഈ കിതാബ് എന്ന് പറഞ്ഞ നേരം വേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട, ഖുർആനിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് ഇതറിഞ്ഞേ മതിയാകും. ഇതാണ് ഖുർആനിന്റെ ചരിത്രം. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള 90% പ്രവാചകന്മാരും ഇവിടെയാണ്. മനസ്സിലായില്ല? ഈജിപ്ത്, ഇതാണ് എന്ത്? സീനായ് മരുഭൂമി. മനസ്സിലായില്ല? സീനായ് മരുഭൂമിയിലെ പ്രധാനപ്പെട്ട പർവ്വതമാണ് ജബലുത്തൂർ. അതിന് മുകളിൽ ജബലുത്തൂറിന് ജബലു മൂസ എന്നും പേരുണ്ട്. അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 7359 അടി ഉയരമുണ്ട്. ഇവിടെ ഒരു പർവ്വതമുണ്ട് ജബലുത്തൂർ. സമുദ്രനിരപ്പിൽ നിന്ന് 7359 അടി ഉയരമുണ്ട്. ആ പർവ്വതത്തിന്റെ ഉച്ചിയിലേക്ക്, അവിടെയാണ് വൈദ വാഇദന മൂസ 40 ലൈല, മൂസ 40 ദിവസം തപസ്സിരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 7359 അടി ഉയരത്തിൽ അവിടെ വെച്ചാണ് മൂസാക്ക് തൗറാത്ത് കിട്ടിയത്. ആ പർവ്വതത്തിന് തന്നെ ജബലുത്തൂർ എന്നും ജബലു മൂസ എന്നും പേരുണ്ട്. ആ പർവ്വതത്തിന്റെ പ്രത്യേകത, ആ പർവ്വതത്തിലേക്ക് ദജ്ജാൽ ചവിട്ടൂല എന്നാണ്.